ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരും വലതുകരം ഉയർത്തി പറയാമോ? യേശു നല്ലവൻ, യേശു നല്ലവൻ. ക്രിസ്തുവിനെ പുകഴ്ത്തി പാടുന്ന പാട്ടുകളും ആരാധനകളും ഇതുവരേക്കും അനുഗ്രഹമായി നടന്നു. സമയം അധികമായി. സഹോദരൻ അനുജേക്കബ് ദർശനമുള്ളൊരു ദൈവവേലക്കാരനായി ഭാരതത്തിലുടനീളം ക്രിസ്തുവിൻ്റെ സുവിശേഷം പറയുന്നൊരു ദൈവദാസൻ. അവർ വന്ന് ഈ യോഗത്തിന് വേണ്ടി ക്ഷണിച്ചു. വാസ്തവത്തിൽ ഈ വലിയ ദർശനം തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് എൻ്റെ 17ാമത്തെ വയസ്സിൽ ഞാൻ കർത്താവിൻ്റെ സേവയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ വചനം പഠിക്കുവാൻ ഞാൻ കടന്നുപോയി. 18ാമത്തെ വയസ്സിൽ എൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള ദർശനം ഞാൻ പ്രാപിച്ചു. വടക്കേ ഇന്ത്യയിലെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടത്. കേരളത്തിൽ ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം പല വ്യക്തികളിലൂടെ എന്നോട് വ്യക്തമായി സംസാരിച്ചു. സ്വന്തം ദേശത്ത് ഞാൻ നിന്നെ അയച്ച് ചിലത് ചെയ്യണം. അന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചതാണ്, കർത്താവേ, എനിക്കിഷ്ടമല്ല, എന്നാൽ കേരളത്തിൽ ഞാൻ ശുശ്രൂഷിക്കണമെങ്കിൽ 4 കാര്യങ്ങൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു. ഒന്ന്, ഒരു വിശ്വാസി പോലും ഇല്ലാത്തൊരു സ്ഥലം അങ്ങനെക്ക് കാണിക്കണം. 2, കൃപാവരങ്ങളോടുകൂടെ ശുശ്രൂഷ ചെയ്യണം. 3, കേരളത്തിൽ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്ററാകണം. ലോകരാജ്യങ്ങളിൽ പോയി പ്രസംഗിക്കണം. എനിക്കറിയാം 4 കാര്യത്തിനും ഞാൻ യോഗ്യനല്ല. പ്രൈസ് ദി ലോർഡ്. അതായിരുന്നു എൻ്റെ 18ാമത്തെ വയസ്സിൽ കർത്താവിനെ കേരളത്തിൽ മിനിസ്ട്രി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തോട് അങ്ങനെ ഞാൻ വെച്ച് ദൈവത്തോട് പറഞ്ഞ കാര്യം. കൃപയാൽ അന്നൊരു വാക്ക് പറഞ്ഞു, അതിനുവേണ്ടി കരഞ്ഞു. എൻ്റെ 19ാമത്തെ വയസ്സിൽ ബൈബിൾ കോളേജിൽ നിന്ന് ദർശനത്തോടുകൂടെ പുറത്തു വരുവാൻ കർത്താവ് അനുവദിച്ചു. അത് തന്നെയാണ് സംഭവിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഇവിടുത്തെ വർഷിപ്പ്, എൻ്റെ ആഗ്രഹം എൻ്റെ ചർച്ചിലെ വിശ്വാസികളിൽ 5% കൊയർ മെമ്പേഴ്സ് ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. 10% പ്രാർത്ഥന ലീഡർമാരാകണം. 1% മുഴുനേര ശുശ്രൂഷകരാകണം. എല്ലാ യുവതിയുവാക്കളും ഉന്നത വിദ്യാഭ്യാസമുള്ളവരാകണം. അവർ ഭാഗിക സമയമെങ്കിലും ഏത് രാജ്യത്തായിരുന്നാലും സുവിശേഷ വേല ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ എൻ്റെ ആഗ്രഹം. 2017 400 പേരായിരുന്നു എൻ്റെ ചർച്ചിലെ കൊയർ മെമ്പേഴ്സ്. ഇന്നിവിടെ ധാരാളം പേരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തുടർന്ന് ഒരുമിച്ച് എൻ്റെ കൊയർ മെമ്പേഴ്സിനെ കൂട്ടുവാൻ വേദികൾ, കാരണം ഞങ്ങളുടെ അവിടെ നെയ്യാറ്റിൻകര ഒരു സ്റ്റേഡിയം ഉണ്ടായിരുന്നു. അതിൽ ന്യൂ ഇയർ സർവീസ് നടത്തി എല്ലാവരും ഒരുമിച്ച് കൂട്ടി. എന്നാൽ അതിനുശേഷം അവിടവും കിട്ടുന്നില്ല. അങ്ങനെ ഒരു വിശാലമായ ഏരിയ ഇല്ലാത്തത് കൊണ്ട് പല പ്രാവശ്യമായി ഞങ്ങൾ നടത്തേണ്ടി വരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ മറ്റൊരു കാര്യം കൂടെ പറയാം. ഇവിടുത്തെ സംഘാടകരോടും എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ ചർച്ചിലും പറയുന്നൊരു കാര്യം, ദൈവ ആരാധന പ്രിയനാണ്. പ്രൈസ് ദി ലോർഡ്. ആരാധിക്കാൻ വേണ്ടി ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, നമ്മെ നിർമ്മിച്ചു. പ്രൈസ് ദി ലോർഡ്. ലൂസിഫർ ആരാധിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ സംഘത്തെ ദൈവം പുറത്താക്കി. ആ സ്ഥാനത്ത് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. എന്നാൽ
എല്ലാവിധ ഉപകരണങ്ങളും മീട്ടി ദൈവത്തെ ആരാധിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ലൂസിഫർ അവനെ ഡിസ്മിസ് ചെയ്തപ്പോൾ പെന്തക്കോസ്തുകാരുടെ കയ്യിൽ ഒരു ഡ്രം മാത്രം കൊടുത്തേച്ച് അവൻ എല്ലാം കൊണ്ടുപോയി. എല്ലാ ഇൻസ്ട്രുമെൻസും അവൻ്റെ കൂട്ടത്താണ് അടി ഉപയോഗം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ലേ? എന്നാൽ പെന്തക്കോസ്ത് സമൂഹത്തിന് ദൈവം കണ്ണുകളെ തുറന്നു വരിക. എൻ്റെ 18-ാമത്തെ വയസ്സിൽ ജഹോവാനസി മ്യൂസിക് ടീം എന്നൊന്ന് തുടങ്ങി. ഡ്രം മേശപ്പുറത്ത് വെച്ച് തബല അടിക്കും പോലെ കൈകൊണ്ടടിച്ചാണ് കൺവെൻഷൻ യോഗങ്ങളിൽ പാടാൻ തുടങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ധാരാളം പാട്ടുകൾ എഴുതി ഇവിടെ ആദരിക്കാൻ ക്ഷണിച്ചിരിക്കുന്ന RSV അന്ന് എൻ്റെ ഹാർമോണിയം വായിക്കാൻ വന്ന് കൂടെ നിന്ന് വേദിയിൽ പഠിച്ച് തുടർന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട നാഗ്പൂരിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഐസക് വില്യം. ഇനിയും കുറേയേറെ വർഷിപ്പ് ലീഡേഴ്സിനെ കർത്താവ് നൽകിയിട്ടുണ്ട്. ഞാൻ പറയാം, എൻ്റെ ഒറ്റ ആഗ്രഹം പിശാചിൻ്റെ കയ്യിൽ നിന്ന് സകല ഇൻസ്ട്രുമെൻസും പിടിച്ചു വാങ്ങി കർത്താവിനായി പാടണം. പക്ഷെ കർത്താവിനായി കൈ ഉപയോഗിക്കുന്നവർ, ഇൻസ്ട്രുമെൻസ് പ്ലേ ചെയ്യുന്നവർ വേറെ ഒരു അന്യ ദൈവത്തിന് വേണ്ടിയും വായിക്കരുത്. ആ സമർപ്പണം നിങ്ങൾക്ക് വേണം. വായനയിൽ അഭിഷേകമുണ്ട്. ആമേൻ. യുദ്ധത്തിന് പോലും ജയത്തിന് ആമേൻ പാട്ടുകാരെ നിർത്തി, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അതൊന്നും ഞാൻ പറയുന്നില്ല. ഇനി മറ്റൊരു കാര്യം, ദാവീദിൻ വയോധിപനായപ്പോൾ അടുത്ത ദൈവത്തെ ആരാധിക്കാൻ 400 അംഗ കൊയറാണ് 23-ാം അധ്യായത്തിൽ 1 ദിനവൃത്താന്തത്തിൽ 24,000 പേർ കൊയർ. 25-ന്റെ 7-ാം വാക്യത്തിൽ അവരെല്ലാം ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ നിപുണന്മാരായിരുന്നു. മാതാപിതാക്കൾ കുഞ്ഞിനെ ഒന്ന് സരിഗമ പഠിപ്പിച്ചിട്ട് ഒരു ബട്ടൺ അടിക്കുമ്പോൾ താളങ്ങൾ വരും. എൻ്റെ കുഞ്ഞിനെ സ്റ്റേജിൽ നിർത്താത്തത് കൊണ്ട് പിണങ്ങിപ്പോകുന്നവരുമുണ്ട്. പക്ഷേ നിങ്ങളോടൊക്കെ പറയാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ വായിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്ത് പ്രാർത്ഥിച്ച് നല്ല അഭ്യാസികളായി നിങ്ങളുടെ സഭകളിൽ പ്രയോജനപ്പെടണം. അതിൻ്റെ ആത്മീക നിലവാരത്തെക്കുറിച്ച് പറയുന്നു, അവർ കിന്നരം വായിച്ച് പ്രവചിക്കുന്നവർ. എല്ലാവരും വലങ്കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. കിന്നരം വായിച്ച്, കീബോർഡ് വായിച്ച് പ്രവചിക്കുന്നവർ, ഗിറ്റാർ വായിച്ച് പ്രവചിക്കുന്നവർ, ഡ്രംസ് വായിച്ച് പ്രവചിക്കുന്നവർ. ഹല്ലേലൂയ. നിങ്ങൾ വായിച്ചു നോക്കുക, അങ്ങനെയാണ്. അതാണ് ക്വാളിറ്റി. ആ കൊയറിൽ 288 പേർ മ്യൂസിക് പ്ലേയേഴ്സാണ്. ഹല്ലേലൂയ. എല്ലാം ഒരു പെട്ടിക്കകത്ത് അടച്ചു വെച്ച് തന്നിട്ടുണ്ടെങ്കിലും ഓരോന്നും ലൈവായി വായിക്കാൻ പഠിക്കണം. ആമേൻ. എല്ലാവരും മനസ്സിലായല്ലോ? ഞാൻ ചോദിക്കട്ടെ, ഈ കർത്താവിനെ പാടാൻ ആര് പാടും? ഈ കർത്താവിനെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ ആര് വായിക്കും? നിങ്ങളും നിങ്ങളുടെ സന്തതിയും. ആരും പ്രതികരിക്കത്തില്ല. നിങ്ങൾ കർത്താവിനെ പാടിയില്ലെങ്കിൽ ആര് പാടും? നിങ്ങളുടെ മക്കൾ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്തില്ലെങ്കിൽ ആര് പ്ലേ ചെയ്യും? ഹല്ലേലൂയ. ആരാധിക്കുന്ന സഭ അനുഗ്രഹിക്കപ്പെടും. ആരാധിക്കുന്ന ദാവീദിന് പ്രമോഷനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സഭകളിൽ ആത്മാവിൽ ആരാധിക്കുന്ന ആരാധകർ, പാട്ടുകാർ, ഇൻസ്ട്രുമെന്റ്സ് പ്ലേയേഴ്സ് ഉണ്ടാകട്ടെ. ഇന്ന് പല ചർച്ചിലും ആരാധനയില്ല. പ്രസംഗമുണ്ട്, പാട്ടുണ്ട്, പ്രാർത്ഥനയൊക്കെ ഉണ്ട്, ആരാധനയില്ല. പ്രൈസ് ദി ലോർഡ്.
ആരാധന എവിടെ ഉണ്ടോ അവിടെ വിടുതലുണ്ട്. സ്തുതികളുടെ നടുവിൽ ദൈവം ഇറങ്ങും. അവിടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവർത്തികൾ നടക്കും. അതെ, ശത്രുശക്തിയെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ വേണ്ടത് ആരാധന. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുന്നു, ലോകത്തിൽ എന്തെല്ലാം ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടോ, എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സും എന്നെ ജേക്കബിനെ കണ്ടില്ല ഉണ്ടോ? ലോകത്തിൽ എന്തെല്ലാം ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടോ എല്ലാം അണിനിരത്തിക്കൊണ്ട് ഇതുപോലൊരു ഈവൻ്റ് വെച്ചാൽ ഞാൻ എൻ്റെ ചർച്ചിൽ പിള്ളേരോട്, അതുകൊണ്ട് മ്യൂസിക് സ്കൂളും ആരംഭിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം വായിക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല. ഈ കാണുന്ന 2-3 ഉള്ളൂ. പക്ഷെ എല്ലാം വായിച്ച് ആമേൻ കർത്താവിനെ പാടുവാൻ ഒരു വലിയ സ്റ്റേജ് ഒരുങ്ങട്ടെ. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ സഭകളിൽ ആരാധന പ്രധാനമാണ്. അതിന് മുഖ്യത്വം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. വിശ്വസ്തയോടെ ദൈവത്തെ ആരാധിക്കാം. ആരാധനയിൽ പ്രസാദിച്ച് സകലവിധ അനുഗ്രഹങ്ങളും കർത്താവ് നൽകട്ടെ. പ്രത്യേകിച്ച് ഈ മനോഹരമായ നിലയിൽ സംഘടിപ്പിച്ച സംഘാടകർക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അവൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഇന്ന് രാവിലെ 8 മണിക്ക് മുമ്പ് അവിടുന്ന് യാത്ര ചെയ്ത് വന്നു. അവരെല്ലാം ത്യാഗത്തോടെ നിൽക്കുന്നു. ഇവരിൽ പലരും രാവിലെ 5:30 മണിക്ക് ഞങ്ങളുടെ കൊയറിൽ വന്നാൽ തിരിച്ചു പോകുന്നത് വൈകിട്ട് 5 മണിക്കാണ്. മനസ്സിലായില്ലേ അല്ലേ? ഇവരൊക്കെ 5 മണിക്ക് രാവിലെ 5:30 ആദ്യത്തെ കൊയറിൻ്റെ സമയത്ത് വന്നാൽ അവർ മടങ്ങി വീട്ടിലേക്ക് പോകുന്നത് വൈകിട്ട് 5 മണി എന്ന് പറഞ്ഞാൽ 4 മണിക്ക് ശേഷം. അതുവരെ ആരാധനകളും അടുത്ത് കൊയർ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞിട്ടാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ എല്ലാ സഭകളിലും ആമേൻ ത്യാഗം സഹിച്ച് ഈവൻ്റ് കഴിയുമ്പോൾ വർഷിപ്പിന് മുഖ്യത്വം കൊടുക്കുവാൻ, കർത്താവിനെ പാടുവാൻ, ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുവാൻ മുഖ്യത്വം കൊടുക്കുവാൻ നിങ്ങളുടെ സഭകൾക്കും ദൈവം കൃപ തരട്ടെ എന്ന് ആശംസിച്ച് സംഘാടകർക്ക് നന്ദി പറഞ്ഞ് എൻ്റെ വാക്കുകൾ